ഇതാണ് നമ്മളെ ചെക്കട്ടോ. വ്ലോഗായിരുന്നോ? പിന്നെ മുട്ടായി കൊടുക്കലാണ്, ഞങ്ങൾ കാത്തിരുന്ന മുട്ടായി കൊടുക്കലാണ് ഗൈസ്. അങ്ങനെ ഇതാ ഹാമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മായി മാമനും കൂടെ ഞങ്ങളും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മളെ വണ്ടികളൊക്കെ ഇവിടെ മുറ്റത്ത് സെറ്റാണ്. കൂടെ ഒരു ട്രാവലറും ഉണ്ട്. ഇതാ ഈ കാണുന്ന കാറിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആരൊക്കെയാണെന്നല്ലേ? എൻ്റെ കൂടെ ചിഞ്ചുണ്ട്, ജീനു ഉണ്ട്, അഞ്ചുണ്ട്, പിന്നെ കുറച്ച് കസിൻസും ഉണ്ട്. ഞങ്ങളൊക്കെയാണ് ഈ കാറിൽ കയറുന്നത്. നമ്മളെ മാമനൊക്കെ ആദ്യം കയറി സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഗൈസ് ഈ വരുന്നത് എൻ്റെ മാമനും മോനുമാണ് ഗൈസ്. ഇത് മനഃപൂർവ്വം വെള്ളം തെറിപ്പിക്കുന്നു. നമ്മളെ പരിപാടി നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 4 മണിക്ക് ശേഷമാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ പരിപാടി നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്തിയ പടം കുറച്ച് ഫോട്ടോ എടുക്കാൻ പോയി. ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല ചീത്തയും കേട്ട്. ഈ നിൽക്കുന്നത് എൻ്റെ മാമനും എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഒരു ഏട്ടനും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഹാമ്പറൊക്കെ പിടിച്ച് സെറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമ്മുടെ പരിപാടി നടക്കുന്നത് ബൈപ്പാസിനടുത്തുള്ള ലേഷ്യർ ഹോം സ്റ്റേയിൽ വെച്ചിട്ടാണ്. ഏതാ ഫ്ലേവർ? ഏതാ ഫ്ലേവർ? ഏതാ? അങ്ങനെ നമ്മൾ ചെക്കൻ്റെ എൻട്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ കൊണ്ടുവന്ന ഹാമ്പറൊക്കെ നമ്മളെ പെൺകുട്ടിക്ക് കൈമാറി. നമ്മളെ കുട്ടീൻ്റെ പേര് ദിൽന സിത്താര, ദില്ലു എന്ന് വിളിക്കും. നമ്മളെ ഹാമ്പേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞതും അടുത്തത് കേക്ക് മുറിയാണ്. അങ്ങനെ കഥയിലെ നായകനും നായികയും കൂടെ കേക്ക് കൈമാറുകയാണ്. അങ്ങനെ അടുത്ത പരിപാടി ചെക്കൻ്റെ ഫാമിലി പെൺകുട്ടിക്ക് ഗോൾഡ് കൈമാറുകയാണ്. ഞങ്ങളിപ്പോൾ ഈ നിൽക്കുന്നത് ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞങ്ങൾ സ്റ്റേജിലേക്ക് നോക്കിയിട്ട് ഒരുപാട് നേരമായി നിൽക്കുന്നു. അടുത്തത് ഞങ്ങളെന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല. പെണ്ണിൻ്റേതായാലും ചെക്കൻ്റേതായാലും ഒരുപാട് ഫാമിലീസ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ ഇങ്ങനെ കയറിയായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മളത് ഇപ്പോൾ ഈ കണ്ടത് ഞങ്ങൾക്ക് സ്റ്റേജ് കയറാൻ പറ്റിയ അവസരത്തിൽ എല്ലാവരും കൂടെ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്ത ആൾക്കാരെയും കൂടെ വിളിച്ച് കയറ്റുകയാണ്. ഫുഡിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് നമ്മളെ ഇടയിലുള്ള അധിക പേരും ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. പിന്നെ നമ്മളെ ഇടയിലുള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് തന്നെ നമ്മൾ ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഞങ്ങളെല്ലാവരും ആയപ്പോൾ തന്നെ സ്റ്റേജ് നിറഞ്ഞു. പക്ഷെ അടിപൊളി ഫോട്ടോസും കിട്ടി. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതും കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങളൊക്കെ ഇറങ്ങാൻ തുടങ്ങി. വന്നത് നമ്മൾ കാറിലാണെങ്കിലും തിരിച്ചു പോകുന്നത് ട്രാവലറിലാണ്. എന്തായാലും പരിപാടി കളറായി. മുട്ടായി കൊടുക്കലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.